ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ മാരത്തോണിലൂടെ എനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മാസം ഏപ്രിലിലെ ബൈബിൾ മാരത്തോണിൽ ഞാൻ പങ്കെടുത്തിരുന്നു. മാർച്ച് അവസാനമാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത്. സ്ലോട്ട് കിട്ടിയ ഏതാനും ദിവസം കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ കണ്ണിന് വേദന ആരംഭിച്ചു. കണ്ണിൽ പ്രഷർ വന്ന് വായിക്കാൻ പറ്റാത്ത പോലെയായിരുന്നു എനിക്ക്. മാർച്ച് അവസാനമായി കണ്ണിൻ്റെ വേദന കൂടി വന്നു. അങ്ങനെ ഏപ്രിൽ 3-ാം തീയതി ഞാൻ ബൈബിൾ വായിച്ച് പൂർത്തിയാക്കിയത് വളരെ വിഷമിച്ചായിരുന്നു. കണ്ണിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റാതായിരുന്നു. പക്ഷെ മാറും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏപ്രിൽ 4-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ കണ്ണ് എനിക്ക് ഒരു അക്ഷരത്തിലേക്ക് എനിക്ക് നോക്കാൻ പറ്റാതായി. ഇടത് കണ്ണ് ഞാൻ പൊത്തിപ്പിടിച്ചാണ് ഞാൻ ബൈബിൾ വായന പൂർത്തിയാക്കിയത്. എനിക്ക് ലാസ്റ്റ് ഭാഗം എത്തിയപ്പോഴേക്കും ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ബൈബിൾ വായിച്ചത്. എനിക്ക് ഒട്ടും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് ബൈബിൾ വായിച്ച് അവസാനിപ്പിച്ച ശേഷം ഞാൻ ബൈബിളും പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിലേക്ക് നാട്ടിൽ നിന്ന് ഒരു കോള് വരികയായിരുന്നു. അറിയത്തില്ലാത്ത, എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന്. ഞാൻ ആ കോൾ എടുത്തപ്പോൾ എന്നോട് ലിജിയല്ലേ, ഇന്ന് വായിച്ച ബൈബിൾ വാചകം ഏതാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, തോബിത്തിൻ്റെ പുസ്തകമാണ് ഞാൻ വായിച്ചത്. അതിൽ റാഫേൽ മാലാഖ കണ്ണ് സുഖപ്പെടുത്തുന്നതായിട്ടുള്ള ഭാഗമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ണ് മാലാഖ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട. എനിക്ക് അത് ആ സ്വരം കേട്ടപ്പോൾ തൊട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാണ്ടായി. കരയണോ ചിരിക്കണോ എന്നറിയാതെ ഞാൻ കരഞ്ഞുപോയി. ഞാൻ നിലവിളിക്കുകയായിരുന്നു. സിസ്റ്ററിൻ്റെ കോളായിരുന്നു അത്. അന്ന് സത്യം പറഞ്ഞാൽ ഓരോ തവണയും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് വിഷമമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നുണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം കാണാറുണ്ടോ, എൻ്റെ ഉള്ളിലെ സംശയമായിരുന്നു അത്. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നാട്ടിലെവിടെയോ ഇരുന്ന് എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ അസുഖം അന്വേഷിച്ച് എന്നെ ഫോൺ ചെയ്തിരിക്കുന്നു. അതിനർത്ഥം ദൈവം എന്നെ കാണുന്നുണ്ടെന്നായിരുന്നു. അന്ന് വരെ എനിക്കുണ്ടായിരുന്ന എല്ലാ സംശയവും അതോടെ മാറിക്കിട്ടി. അതുപോലെ ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ ആശങ്കകൾ വല്ലാത്തൊരവസ്ഥയിൽ കഴിയായിരുന്നു. നാളെ എന്താകുമെന്ന് ആലോചിച്ച് എന്നും ആദ്യ പിടിച്ചിരുന്ന ആ ടെൻഷൻ എൻ്റെ ഉള്ളിൽ നിന്ന് മാറിക്കിട്ടി. ഇപ്പോൾ ഞാൻ നാളെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അതിനുശേഷം 2 ദിവസത്തെ കൂടെ ബൈബിൾ വായന ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കണ്ണിന് ഒരു കുഴപ്പമില്ല, കണ്ണെല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പക്ഷെ വേദന എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വേദനയുടെ ടാബ്ലറ്റും കണ്ണിലൊഴിക്കാനുള്ള ഒരു തുള്ളിമരുന്നും തന്ന് ഡോക്ടർ എന്നെ വിടുകയാണ്. അപ്പോഴും വീട്ടിൽ വന്നിരുന്ന് എനിക്ക് അതിശയമാണ്, എൻ്റെ കണ്ണിന് എന്താണ് കുഴപ്പം. ആ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ കണ്ണ് പൂർണ്ണമായി സുഖപ്പെട്ടു. ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. എന്നെ ആ സാഹചര്യത്തിൽ എന്നെ ആശ്വസിപ്പിച്ച റോസ് ചേച്ചിക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.